ഡോക്ടർ കെ എൻ ഗംഗാധരൻ, ഭീമമായ സാമ്പത്തിക തകർച്ച, പണമില്ലായ്മ, വരുമാനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉള്ളപ്പോഴും ചില പദ്ധതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻകിട പദ്ധതികൾ, വൻകിട പ്രോജക്റ്റുകൾ, അതിനൊക്കെയുള്ള തുടർച്ച വേണം. കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ തന്നെ കൂടി സഹായത്തോടു കൂടിയുള്ള പദ്ധതികൾ സംസ്ഥാന വിഹിതമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാർഷിക മേഖല, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖല, തൊഴിലില്ലായ്മ, ഇങ്ങനെ പല കാര്യങ്ങളിലേക്ക് പോയി റെക്ടിഫിക്കേഷൻ നടത്തേണ്ട ഒരു ബാധ്യത. ഇതൊപ്പം ഈ മൂലധന നിക്ഷേപമടക്കം അല്ലെങ്കിൽ എല്ലാം ക്രമീകരിച്ച് കൊണ്ടുവരേണ്ട ബാധ്യത, ഇതൊക്കെയും ക്രമീകരിക്കാൻ ആദ്യ ബഡ്ജറ്റ് ഈ ബഡ്ജറ്റിലൂടെ എന്തായാലും ഒരു പൂർണ്ണതയിലേക്ക് വരില്ല എങ്കിൽ കൂടിയും ഒരു സമയം എത്രത്തോളം എടുക്കേണ്ടി വരും? ഇതൊക്കെ ഭദ്രമാക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകുമോ? ക്ഷേമ പദ്ധതികളടക്കം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു മാന്ത്രിക വടി പ്രയോഗിക്കുന്നത് പോലെ എന്തെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രയേറെ ഗുരുതരമാണ് സാമ്പത്തിക സ്ഥിതി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാർഷിക മേഖല കഴിഞ്ഞ വർഷം ഏതാണ്ട് 4.5% നെഗറ്റീവ് ഗ്രോത്ത്. അതെ, 3 വർഷമായിട്ട്. അത് പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം 4.5% പിന്നോട്ടുള്ള വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ, ഈ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് ഒരു ബഡ്ജറ്റിൽ കൂടി പരിഹരിക്കാവുന്നതല്ല. അതെല്ലാം പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. പക്ഷേ ഇതിനെല്ലാം പരിഹാരത്തിൻ്റെ തുടക്കം വളരെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു കഴിവ് വെച്ച് നോക്കുമ്പോൾ അതിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അഡ്രസ്സ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വരുമാനം GSDP അതിൻ്റെ വളർച്ചയും നികുതി സമാഹരണം തമ്മിലൊരു നേരിട്ടൊരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് ശരിയല്ല. അതായത് ഞാൻ പറയുന്നത്, സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ നികുതി വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക വളർച്ച മങ്ങുമ്പോൾ നികുതി വരുമാനം കുറയുകയും ചെയ്യുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റബ്ബറിൻ്റെ വിലയിടിവ്, അടയ്ക്കയുടെ വിലയിടിവ്, കുരുമുളക് വിലയിടിവ്, ഇതെല്ലാം നികുതി വരുമാനത്തെ സ്വാധീനിച്ചു എന്നുള്ള വ്യാഖ്യാനം ഉണ്ടാകുന്നത് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായ വർഷങ്ങളിലും നികുതി വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്ന് ധവളപത്രത്തിൽ വളരെ ഭംഗിയായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മളത് കണക്കിലെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണത്. സാമ്പത്തിക വളർച്ചയാണ് നികുതി സമാഹരണത്തിൻ്റെ അളവുകോല് എന്നുള്ള ധാരണ ഒട്ടും ശരിയല്ല. തീർച്ചയായും. അവസാനമായി ഡോക്ടർ നന്ദകുമാർ, വികലമായ സാമ്പത്തിക നയങ്ങളൊക്കെ പരിശോധിക്കുകയും അതിൽ നിന്നും ചില കണ്ടെത്തലുകൾ സംക്ഷിപ്ത രൂപമായി അല്ലെങ്കിൽ ഇന്നത്തെ ധവളപത്രത്തിൽ കണക്കാക്കി അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇനി ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൻ്റെ പൂർണ്ണതയിൽ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുമരാമത്തിലടക്കം വലിയ തോതിൽ പണം കൊടുത്തു തീർക്കണം. പണത്തിൻ്റെ വരവ്, വരുമാന വർധനവ്, ഇതൊക്കെ ഈ സർക്കാരിൻ്റെ മുന്നിൽ ബാധ്യതയായി നിൽക്കുമ്പോഴും നികുതി വർധനവ് മാത്രം ഒരു പക്ഷേ ലക്ഷ്യമിട്ടുള്ള മുന്നോട്ട് പോക്ക് കാര്യങ്ങളെ അത്ര പെട്ടെന്ന് ഈ വികലമായ സാമ്പത്തിക നിലയെ പിടിച്ചു നിർത്താൻ കഴിയാവുന്നതാണോ? അതോ വർഷങ്ങളെടുക്കും? ഈ ഒരു ഗതിക്ക് ഈ ഒരു പോക്ക് 1-2 വർഷത്തിനുള്ളിൽ മാത്രമേ റെക്ടിഫിക്കേഷൻ സാധ്യമാവും? ഒരു സമയത്തിറക്കി ഒരു പക്ഷേ താങ്കൾ നോക്കിക്കണ്ടാൽ. ഒരുപക്ഷെ അല്ല, എനിക്ക് തോന്നുന്നത് ഇത് സംഗതി ഒരു ഗുരുതരമായ പ്രതിസന്ധി ആണെങ്കിൽ തന്നെ നമ്മുടെ ഉപയോഗിക്കാത്ത പണം നമ്മളെ കയ്യിലുണ്ട്. ഫോർ എക്സാമ്പിൾ, NRI റെമിറ്റൻസ് ഉണ്ട്. ഇവിടെ ഏതാണ്ട് 45,000 കോടി രൂപ ബാങ്കിൽ കിട്ടുന്നത്, ഏതാണ്ട് 1 ലക്ഷം കോടിയോളം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കാര്യം ഒന്ന്, ഇവിടെ വ്യവസായം തുടങ്ങാനുള്ള പ്രയാസങ്ങൾ, തുടങ്ങിയ വ്യവസായത്തിന് നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഉള്ള വ്യവസായം കേരളത്തിന് പുറത്തു പോകുന്നൊരു പ്രവണത, ഇതൊക്കെ ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇല്ലായ്മ പൊതുവെ എല്ലാ വ്യവസായം അത് സാധ്യമാവുന്ന തരത്തിലേക്ക് എത്താൻ കഴിയുമോ? കാരണം ഞാനൊന്ന് ചോദിച്ചത്, ഇവരുടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് പോലും നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ചില നിഷ്ഠകൾ അവർ മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എല്ലാ തരത്തിലും ഈ 2 നൂൽപ്പാൽ അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്ന അമിത തോതിലുള്ള കോർപ്പറേറ്റ് വൽക്കരണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിക്ഷേപങ്ങൾ, സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് അങ്ങ് അന്ധമായി പോകുന്നില്ല. അതേസമയം മറുവശത്ത് ഇത് ക്രമീകരിക്കണം, ബാലൻസ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു പോക്ക് നിക്ഷേപങ്ങൾ സൗഹാർദ്ദപരമായി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്കൊക്കെ എത്തപ്പെടാൻ കഴിയുന്ന ഒരു ഘട്ടമാണോ ഇന്ന് കാണുന്നത്? അല്ല, അതിനകത്തുള്ള പ്രശ്നം, ഞാൻ ഈ നോർക്കയുടെ MD ആയിരുന്നു. അപ്പോൾ അവിടുന്ന് വരുന്നവരെല്ലാവരും കോടീശ്വരന്മാരൊന്നും അല്ല. പക്ഷേ അവരെടുത്ത് കുറേ ഡിസ്പോസബിൾ ഇൻകം ഉണ്ട്, സേവിങ്സ് ഉണ്ട്.
അതിവിടെ ക്രിയാത്മകമായി ചെലവഴിക്കാനുള്ള സാഹചര്യത്തിന് മാത്രമല്ല പലപ്പോഴും ഒരു കാര്യം ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പോരായ്മ എല്ലാ ഒരുപക്ഷെ വരുന്ന നിക്ഷേപകരടക്കം ബിസിനസ്സുകാരടക്കം പറയുന്ന കേരളത്തിലെ അടിസ്ഥാന വികസനത്തിലെ കടുത്ത പോരായ്മ അതിലൊരു പൊളിച്ചെഴുത്ത് വരുത്തിയില്ല എങ്കിൽ സംഭവിക്കില്ല. കാര്യം ഒന്ന് അടിസ്ഥാന വ്യത്യാസം, രണ്ടാമത് ഇവിടെ വ്യവസായം തുടങ്ങാനുള്ള ക്ലിയറൻസ് കിട്ടാനുള്ള കാലതാമസം, മൂന്നാമത്തെ ഒരു കാര്യം തൊഴിൽ സ്ഥിരതയില്ലായ്മ. തൊഴിലാളികൾ ഇന്ന് നമ്മൾ കേരളത്തിൽ കൊള്ളാവുന്ന ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇപ്പം ബീഹാറിയെയും യു പിക്കാരനെയും കൊണ്ട് ഇവിടെ ജോലി ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ 25 ലക്ഷത്തോളം പേര് പുറത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യാണ്. അതേസമയത്ത് ഇവിടെയുള്ളവരൊക്കെ ഗൾഫിലോട്ട് പോവുക. കാര്യം ഇവിടെ നല്ല ജോലിയില്ല, ഇവിടെ പഠിച്ചവനും ജോലിയില്ല, പഠിക്കാത്തവനും ജോലിയില്ല. അപ്പോൾ ഈ ഒരു നിക്ഷേപ സൗഹാർദ്ദ സംസ്ഥാനമാക്കണമെങ്കിൽ ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേൾക്കുന്നു. ഇപ്പോഴും സിംഗിൾ വിൻഡോ ഉണ്ട് ഇവിടെ, പക്ഷേ ഒരു സിംഗിൾ വിൻഡോൻ്റെ പിറകെ ഒരു റോസ് ഓഫ് വിൻഡോസ് ആർ ദർ. അപ്പോൾ സിംഗിൾ വിൻഡോ പ്രയോജനമില്ല. 18 ക്ലിയറൻസ് കിട്ടിയെങ്കിൽ ഒരു വ്യവസായം ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. ഈ 18 വ്യവസായം കിട്ടുമ്പോഴേക്ക് 2 വർഷം എടുക്കും. ഈ 2 വർഷം ഇവൻ ലോൺ എടുത്ത് വെക്കുമ്പോഴേക്ക് ഈ 2 വർഷത്തെ ലോൺ കൊണ്ട് ഇവൻ്റെ ലാഭം മീറ്റ് ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി തുടങ്ങുന്ന അന്ന് തന്നെ ഇത് അടച്ചുപൂട്ടാനാവും സ്ഥാപനം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ ഇതിന് ഡെഫിനറ്റായിട്ട് ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ഇക്കാര്യത്തിൽ ബോധവാനാണെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഈ ഒരു കാര്യത്തിന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിന് 45-50 കോടി രൂപ കിട്ടുക എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. പക്ഷേ ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ അത് കിട്ടില്ല, ഗവൺമെൻറ് വരെ കിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ പണത്തിനിവിടെ ക്ഷാമമില്ല. ജനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന സോഴ്സസ് എല്ലാം ഇവിടെ ഉണ്ട്. അതിനെ ഈ ടാക്സ് പിരിക്കുന്നതിന് പുറമേ തന്നെ ഇത് സോളിഡ് ക്യാഷാണ്, നമ്മുടെ കയ്യിലിരിക്കുകയാണ് 50 കോടി 60 കോടി രൂപ, അത് ഉപയോഗിക്കാം. പക്ഷെ അതിനുള്ള സംവിധാനം കൂടി ബജറ്റിൽ ഉണ്ടാകണം എന്നാണ് എൻ്റെ. തീർച്ചയായും. അവസാനമായി ഡോക്ടർ മേരി ജോർജ്, എന്തായാലും ബഡ്ജറ്റ് ആണ് ഇനി കാണേണ്ടത്. ആ അർത്ഥത്തിൽ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ അതിൻ്റെ സൂചനകൾ, ധനകാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണം, ധനസ്ഥിതി, അതിൻ്റെയൊക്കെ ഒരു ചിത്രം എന്തായാലും പകർന്ന സ്ഥിതിക്ക് ബഡ്ജറ്റിനെ കൂടി അവസാന ഘട്ടത്തിൽ ഇനി കുറേ ദിവസങ്ങൾ കൂടിയുണ്ട്, എന്നാലും സൂചനകൾ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വരാൻ പോകുന്ന ബഡ്ജറ്റ്? ഡോക്ടർ ഐസക് കൊണ്ടുവരുന്ന ബഡ്ജറ്റ് തീർച്ചയായിട്ടും വളരെ ക്രിയാത്മകമായും അതായത് സൃഷ്ടിയോന്മുഖമായി നല്ല ഒരു വിശാല വീക്ഷണത്തോടെയും ഒക്കെ ആയിരിക്കും കൊണ്ടുവരിക. അതിനകത്ത് അതായത് വരുന്ന 5 വർഷക്കാലം കൊണ്ട് അതിൻ്റെ ഒരു ആരംഭം ആയിരിക്കും ഈ ബഡ്ജറ്റിലുണ്ടാവുക. തരിശില്ലാത്ത കേരളം എന്ന ഒരു വാഗ്ദാനം ഇലക്ഷൻ മാനിഫെസ്റ്റോയിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാർഷിക മേഖലയിൽ കാർഷികാനുബന്ധ വ്യവസായങ്ങൾ കൊണ്ടുവരിക, അതുപോലെ കൃഷിഭൂമിയെ തരിശില്ലാത്ത രീതിയിൽ അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിൻ്റെ സഹായത്തോടുകൂടി അത് പുരുഷ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആകാം, സ്ത്രീ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആകാം, അങ്ങനെ കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ട് കാർഷിക മേഖലയ്ക്ക് വായ്പ കുറഞ്ഞ പലിശയിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ആ ബഡ്ജറ്റിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. ഇനി അതുപോലെ തന്നെയാണ് റബ്ബർ പോലെയുള്ള ഇവിടുത്തെ ദീർഘകാല വിളകളെ അഡീഷനോടുകൂടി എക്സ്പോർട്ടബിൾ ആക്കുക. ഇപ്പം നമ്മൾ അസംസ്കൃത പദാർത്ഥങ്ങളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഇത്തരം സാധനങ്ങളെ ഇവിടെ തന്നെ വാല്യൂ അഡീഷൻ നടത്തി ഇവിടെ തന്നെ ഉപയോഗിക്കുക, അധികം വരുന്നത് എക്സ്പോർട്ട്, ആ തരത്തിലുള്ള ഒരു വീക്ഷണം ആ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ തരിശില്ലാത്ത കേരളം, പിന്നെ ജൈവ കൃഷിക്ക് ഊന്നൽ കാണും. നേരത്തെ തന്നെ കഞ്ഞിക്കുഴി മോഡൽ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ വ്യാവസായിക രംഗത്തേക്ക് വന്നാൽ സ്മോൾ, മീഡിയം, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം അത്തരം വ്യവസായങ്ങൾക്കായിരിക്കും ബജറ്റിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ 1500 സ്റ്റാർട്ടപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ വരും. അപ്പോൾ വനിതകൾക്ക് പ്രത്യേകം സ്കിൽ ക്രിയേഷന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയബിലിറ്റി, താങ്കൾ നേരത്തെ ഉദ്ദേശിച്ച എംപ്ലോയബിലിറ്റി വളരെ പ്രധാനമാണ്. സ്കിൽ ക്രിയേഷനും എംപ്ലോയബിലിറ്റിയുമാണ് പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബിസിനസ് സൗഹൃദ അന്തരീക്ഷം, എനിക്ക് തോന്നുന്നു ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ നോക്കുകൂലി, അതുപോലെ തന്നെ ഹർത്താൽ, ഇതിനൊക്കെ എതിരായിട്ട് അനാവശ്യ ഹർത്താലുകൾ വേണ്ട, നോക്കുകൂലി അവകാശമല്ല എന്നൊക്കെ രീതിയിലുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രിസഭ എന്ന രീതിയിൽ ഈ പറയപ്പെട്ട ബിസിനസ് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇത്തരമുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത നിയന്ത്രണം ഉണ്ടാകും. പാടെ ഇല്ലാതെയാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്ന തരത്തിൽ എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കുക, ബിസിനസ് സൗഹൃദ സംസ്ഥാനമാക്കുക, ഇതൊക്കെ ചെയ്യും. പിന്നെ നേരത്തെ ഒരു സുഹൃത്ത് ടെലിഫോണിൽ പറഞ്ഞിരുന്നു എന്താണ് ടൂറിസത്തെ പറ്റി. അതായത് മാനിഫെസ്റ്റോയിൽ പറയുന്നത് വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം
ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരട്ടിയാക്കണമെങ്കിൽ വിദേശ ടൂറിസം തന്നെ ഇവിടെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അതായത് നല്ല കണക്ടിവിറ്റി ഇല്ലായ്ക, അതായത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ തമ്മിൽ, അതുപോലെ സർക്യൂട്ട് ടൂറിസം, അതാണ് മാനിഫെസ്റ്റോയിൽ പറയുന്ന ഒന്ന്. സർക്യൂട്ട് ടൂറിസം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ തേക്കടി മുതൽ വയനാട്ടിലുള്ള കുറുവാദ്വീപ് മുതൽ തോൽപ്പെട്ടിയിലുള്ള ട്രക്കിംഗ് മുതൽ അങ്ങനെയുള്ള ഏരിയകളെ കൂട്ടിയോജിപ്പിക്കുന്ന തക്ക രീതിയിൽ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ക്യുക്കായിട്ട് ഈ കേന്ദ്രങ്ങളെ ഘടിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു അതായത് വാഗ്ദാനം, അതായത് വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്ന വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടൂറിസത്തിന്, അതായത് ടൂറിസം ഒരു രാസാത്വരകമാണ് കേരളത്തിൻ്റെ വികസനത്തിനെന്ന് മാനിഫെസ്റ്റോ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ്, അതായത് എനിക്ക് തോന്നുന്നു വരുന്ന 5 വർഷം, അതായത് ബജറ്റിലെ പ്രോമിസസ് അത് പിന്നെ പൂർത്തീകരിച്ചാൽ മാത്രമേ, ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പ്രയോജനമുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ലൊരു ബജറ്റാണ് പ്രതീക്ഷിക്കുന്നത്. അവസാനമായി വളരെ ചുരുക്കി ഡി സുഗതൻ, ഒരു ഐസക് മാജിക് എന്തായാലും തള്ളിക്കളയാൻ കഴിയില്ല. നിലവിലെ ധനസ്ഥിതിയിൽ പോലും ഒരു പക്ഷേ പ്രകടമായ ഒരു മാറ്റം വരുന്ന രീതിയിൽ വരാൻ പോകുന്ന ബഡ്ജറ്റും മാറുമെന്ന് താങ്കളും കരുതുന്നുണ്ടോ? ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന വരവ് ചെലവിൻ്റെ ഒരു കണക്ക്, ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്നേ അർത്ഥമുള്ളൂ. അത് എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് അത് ഒരു വർഷം കഴിഞ്ഞ് ഇത് പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയെങ്കിലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് ഓൺലി സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയേ ഉള്ളൂ. ഒരു എസ്റ്റിമേറ്റ്, വരവിൻ്റെ ചെലവിൻ്റെ ഒരു വാർഷിക എസ്റ്റിമേറ്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എന്നുള്ള വാക്ക് ഭരണഘടനയിലൊന്നുമില്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റൈലാണത്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. വളരെ നന്ദി ശ്രീ സുഗതൻ. ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധർ, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമെന്ന ധവളപത്രത്തിലൂടെ ഡോക്ടർ തോമസ് ഐസക് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ചെലവിലെ ധൂർത്തും നികുതി വരുമാനത്തിലുണ്ടായ ഇടിവും പ്രതിസന്ധിയിലേക്ക് നയിച്ചു എന്നും വ്യക്തമാകുന്ന ധനസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ടാണ്, വൈറ്റ് പേപ്പറാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഡോക്ടർ ഐസക് വെച്ചത്. അല്പസമയത്തിനകം KM മാണി മുൻ ധനമന്ത്രി വാർത്താസമ്മേളനം നടത്തും. ചർച്ചയിൽ പങ്കുചേർന്ന ഡോക്ടർ മേരി ജോർജ്, ഡോക്ടർ നന്ദകുമാർ, ഡോക്ടർ ഷൈജുമോൻ, ഒപ്പം ഡോക്ടർ KN ഗംഗാധരൻ, ഡി സുഗതൻ, റെജി ലൂക്കോസ് നന്ദി അറിയിക്കുന്നു. ഇടവേളയിലേക്ക്.